ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ ചെറിയ ശുശ്രൂഷയാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് ഷുഡ് പ്രസിപ്പിറ്റേറ്റ്, എന്തെങ്കിലും ഒന്ന് അടിഞ്ഞ് കൂടണം. ഞാൻ ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, വടവാതിരി പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച ഒരു 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 ഇൻ്റലിജൻ്റ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ജോർജ് തേറുകാട്ടിൽ എന്ന. അപ്പോൾ അദ്ദേഹം MCBS സഭാംഗമാണ്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ഫിലോസഫി പഠിപ്പിക്കും, നല്ല മനോഹരമായ പഠനമാണ്. ഒരു ദിവസം വന്നപാടെ അച്ഛൻ ചോദിച്ചു, ബ്രദേഴ്സ്, വാട്ട് യു ഹാവ് ഈറ്റൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങളെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ഞങ്ങൾ പറഞ്ഞ അപ്പമായിരുന്നു. സാധാരണ അച്ഛൻ അങ്ങനെ വന്നിട്ട് ഒരിക്കലും നിങ്ങൾ എന്നാ കഴിച്ചെന്നോ കുടിച്ചെന്നോ ഒന്നും ചോദിക്കാറില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞ അപ്പമായിരുന്നു. പക്ഷെ അച്ഛൻ ചോദിച്ചു, വാസ് ഇറ്റ് സോൾട്ടി? അതിന് ഉപ്പുണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾക്ക് അല്പം തമാശ തോന്നിയപ്പോൾ വേറെ എൻ്റെ അടുത്തിരുന്ന് ഇടുക്കിക്കാരൻ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞ്, അച്ഛൻ ഇന്ന് പോർഷൻ ഒരുങ്ങിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഉപ്പുണ്ടോ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞ്, അപ്പത്തിന് ഉപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാനില്ല. ഞങ്ങളിങ്ങനെ പമ്മി നിൽക്കുമ്പോൾ അച്ഛൻ വീണ്ടും ചോദിച്ചു, വാസ് ഇറ്റ് സോൾട്ടി? അതിന് ഉപ്പുണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾ ആരോ പറഞ്ഞ്, അച്ഛൻ ഉപ്പുണ്ടായിരുന്നോ? അച്ഛൻ നിർത്താതെ ചോദിച്ചു, വൈ ഇറ്റ് വാസ് സോൾട്ടി? അതെന്തുകൊണ്ടാണ് ഉപ്പുണ്ടായിരുന്നത്? അപ്പം ഒരാൾ പറഞ്ഞു, ഈ കറിയുപ്പ് ചേർത്തിട്ടാണ് ഉപ്പുണ്ടായെന്നറിയാത്ത പൊട്ടനാണോ ഈ അച്ഛൻ? ഞങ്ങൾ ഈ ചുമ്മാ പമ്മി വർത്താനം പറയുക. പിന്നെ അച്ഛൻ ചോദിച്ചു, വൈ ഇറ്റ് വാസ് സോൾട്ടി? എന്തുകൊണ്ടാണ് ഉപ്പുണ്ടായത്? അപ്പോൾ ഒരാൾ ഒടുവിൽ ഈ സഖി കെട്ടിട്ട് അച്ഛൻ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ പറഞ്ഞു, എൻ്റെ അച്ഛോ കറിയുപ്പ് ചേർത്തിട്ടാണ്, ആർക്കാ അച്ഛൻ അറിയാത്തത്? അച്ഛനുടനെ സോ സ്പെഷ്യൽ. തേറുകാട്ടിൽ അച്ഛന്മാർക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് അറിയത്തില്ല. അറിയാമെങ്കിൽ ഞാൻ ഈ പറയുന്ന കൂടുതൽ മനസ്സിലാവും. അച്ഛൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വന്നിട്ട് അച്ഛൻ്റെ പ്രത്യേക ഒരു ഫോമിൽ നിന്നിട്ട് പറഞ്ഞു, ബ്രദേഴ്സ്. അപ്പം ഞങ്ങളിങ്ങനെ ചിരിച്ചു. ഞങ്ങളല്പം പരിഹസിച്ച് ചിരിക്കുന്ന സമയത്ത് അച്ഛൻ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് തൊടുത്തിട്ട് പറഞ്ഞു, ബ്രദേഴ്സ്, നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിൻ്റെ ഉപ്പ് അതിൽ ചേർത്ത കറിയുപ്പിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല, പിന്നെയോ അത് കുഴച്ച മനുഷ്യൻ്റെ വീർപ്പുമണികളുടെ ഉപ്പ് കൂടിയാണ്. കാരണം അച്ഛൻ ഫിലോസഫിക്കൽ ആന്ത്രോപോളജിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയെങ്കിലും അച്ഛൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് ചിരിക്കാൻ തോന്നിയില്ല. നിങ്ങൾ ഇന്ന് കഴിച്ച അപ്പത്തിൻ്റെ ഉപ്പ് അത് കുഴച്ച അതിൽ ചേർത്ത കറിയുപ്പിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല, ഫാർ മോർ ദാൻ ദാറ്റ്, അത് കുഴച്ച മനുഷ്യൻ്റെ നെഞ്ചിൽ നിന്നും വാർന്നു വീണ വിയർപ്പിൻ്റെ കൂടി ഉപ്പാണ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞാൻ വിഷയം 146 പഠിച്ചിട്ടും അന്ന് കേട്ട ഒരു കാര്യം എൻ്റെ ചങ്കിൽ ഇംപ്രിൻ്റഡാ. അപ്പം ഈ കൺവെൻഷൻ കഴിഞ്ഞ് പിരിയുമ്പം ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് ഒന്നും ചങ്കിനകത്ത് ഇംപ്രിൻ്റഡ് അല്ലെങ്കിൽ, ഒന്നും നമ്മളെ ട്രിഗർ ചെയ്യുന്നില്ലെങ്കിൽ ഈ കൺവെൻഷൻ വെറുതെ ആയിപ്പോയില്ലേ? ആ സമയത്ത് ചങ്കിനകത്ത് നോക്കിക്കേ, ഞാനിത് കേട്ടത് 1987 മറ്റാ. നോക്കിക്കേ, 87 തൊട്ട് എത്ര വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയെ ട്രിഗർ ചെയ്യുകയാണ് ആ അച്ഛൻ അവിടെ നിന്നുകൊണ്ട്. ജോർജ് അച്ഛൻ ഇപ്പോൾ എവിടാന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എവിടെങ്കിലും ഒരു പിടി ആഹാരം കഴിച്ചാൽ അതിൻ്റെ ഉപ്പ് അത് കുഴച്ച മനുഷ്യൻ്റെ വിയർപ്പും കൂടിയാണ് എന്നത് എനിക്കിനി പുസ്തകം തുറന്ന് നോക്കണ്ട, അതെൻ്റെ ചങ്കിനകത്ത് ഇംപ്രിൻ്റഡാ. ഇങ്ങനെ മേരി ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഇംപ്രിൻ്റഡ് ആയാൽ ഈ ശുശ്രൂഷ ഭയങ്കര രസമായിട്ട് വരും. അപ്പം ഞാൻ വിഷയം ഒത്തിരി പറഞ്ഞില്ലെങ്കിലും ആദ്യം 1-2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് വിഷമം തോന്നല്ലേ? നിങ്ങളാരും മരിയ ഭക്തരാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളാരും, ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങളാരും മരിയ ഭക്തരാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനോ ഭാരപ്പെടുത്താനോ ഒന്നുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളാരും സത്യമായും മരിയ ഭക്തരാകരുത്. ഞാനൊരു മരിയ ഭക്തനേ അല്ല. ഞാൻ എന്നാ വേണ്ടാതീനാ പറയുന്നത്, ഞാനൊരു ചുമ്മാ രസത്തിന് പറയുന്നതോ ഡൈവേർട്ട് ചെയ്യാൻ പറയുന്നതല്ല. ഞാൻ മരിയ ഭക്തനല്ല എൻ്റെ അപ്പന്മാരെ, സത്യമായി ഞാൻ മരിയ ഭക്തനല്ല. കാരണം ഭക്തിക്കകത്ത് ഒരു ഹുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഭക്തിക്കകത്തൊരു ഹുക്കുണ്ട്, ഭക്തിക്കകത്ത് ഒരു പ്രീണിപ്പിക്കലുണ്ട്, ഭക്തിക്കകത്ത് ഒരു തൻകാര്യം നേടലുണ്ട്. ഏത് ഭക്തിക്കകത്ത് ഒന്ന് പ്രസാദിപ്പിച്ച് പഞ്ചാര വർത്താനം പറഞ്ഞ് ഒന്ന് പ്ലീസ് ചെയ്തിട്ട് നമ്മുടെ ഒരു കാര്യം നേടാനുണ്ട്. നിങ്ങൾ മരിയ ഭക്തരാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് മരിയ ഭക്തിക്കകത്ത് ഒരു സ്വാർത്ഥതയുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഭക്തി ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ്സാണ്. അത് നമുക്ക് നിങ്ങളെ ഭാരപ്പെടുത്താനോ വിപ്ലവം പറയാനോ അല്ല. നമ്മുടെ എല്ലാം ഭക്തി ഒരു ആധ്യാത്മിക സ്വാർത്ഥതയാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറയാം. ഒരു നിരീശ്വരവാദി ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ വിളിച്ച ഈ ശുശ്രൂഷയ്ക്ക് വന്ന് കയറുവോ? ഇല്ല. കയറുവോ?
ഇല്ല. അങ്ങേര് അവിടെ ഇരുന്നുകൊണ്ട് 4 പേരെ ഫോൺ വിളിച്ച് 2 പേരെയും വിളിച്ച് അവരുടെ മനുഷ്യന്റെ കയ്യെ വീണ് കാലെ വീണ് എങ്ങനെയെങ്കിലും കുടുംബത്തെ നോക്കണം. നമ്മളെന്നാ ചെയ്യുന്നത്? ദൈവത്തിന്റെ കാലെ വീണ് നമ്മുടെ കുടുംബത്തെ നോക്കുന്നു. ഒരു നിരീശ്വരവാദി മനുഷ്യന്റെ കാലെ വീണ് മനുഷ്യന്റെ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ കുടുംബത്തെ പോറ്റുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കാലെ വീണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ കുടുംബത്തെ പോറ്റുന്നു. ഞാൻ തെറ്റ് പറയും വിപ്ലവം പറയല്ല. ഭക്തിക്കകത്തൊരു ഹുക്കുണ്ട്. നമുക്ക് വേണ്ടത് ഒരു മരിയൻ ഇൻറ്റിമസിയാണ്. ഒരു മരിയൻ ഇൻറ്റിമസിയാണ് വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വളരെ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് കിടക്കാം. അത് ഇന്ന് പറ്റത്തുള്ളൂ. ചോദ്യം ഇതാണ്: കാൽവരിയുടെ കുന്നിൽ ഈശോ നോക്കി നിൽക്കുമ്പം വളരെ തളർന്ന് അനാഥയെ പോലെ വളരെ വിഷമിച്ച് വളരെ വ്യാകുല വാളുകൊണ്ട് മുറിഞ്ഞ് മറിയം നിൽക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. വ്യാകുല വാളുകൊണ്ട് മുറിഞ്ഞ് മറിയം നിൽക്കുന്നു. അപ്പം മിടുക്കനായ യോഹന്നാനെ തൊട്ടപ്പുറം നിൽക്കുന്നു. ഈശോ കർത്താവ് നോക്കിയപ്പം തൻ്റെ അമ്മ വളരെ ഭാരപ്പെട്ട് വളരെ മുറിഞ്ഞ് തകർന്ന് കരഞ്ഞ് വ്യാകുലത്തിൻ്റെ ദുഃഖത്തിൻ്റെ നിഴല് പോലെ നിൽക്കുന്നു. അപ്പം യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മറിയത്തോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഞാൻ ഇത്രയും ചോദ്യവും പറഞ്ഞു. ഇനി ചോദ്യം, ഈശോ ആരോട് ആദ്യം പറഞ്ഞത്? ഈ അമ്മേശ്വരി ആരോടാ ഈശോ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ആദ്യം പറഞ്ഞത്? യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ തന്നെടാ. ഞാൻ ആരോടാ ഈ പറയുന്നത്? ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. മറിയം വളരെ വേദനിച്ച് നിൽക്കുന്നതായിട്ട് തളർന്നു നിൽക്കുകയാണ്. അമ്മ ഈശോ തൻ്റെ അമ്മയെ നോക്കിയിട്ട് കണ്ടിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ഉത്തരം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആരോടാ ഈശോ ആദ്യം പറഞ്ഞത്? പറഞ്ഞേ, ഉറക്കെ പറ. ഇനി ബൈബിളം തുറന്ന് നോക്കിക്കേ, ആരോടാ പറഞ്ഞെന്ന്. എന്നെ ഇങ്ങനെ മുഖം കുത്തി വീർപ്പിച്ച് നോക്കിയിട്ട് കാര്യമില്ല, നോക്കിക്കേ. അതിനകത്തൊരു വലിയ പാഠമുള്ളത് കൊണ്ടാണ്. നിങ്ങളെല്ലാവരും ഏറെക്കുറെ ഉറക്കെ പറഞ്ഞേ, യോഹന്നാനെന്ന് പറഞ്ഞേ. ഇനി നോക്കിക്കേ, ആരോടാ പറഞ്ഞെന്ന് നോക്കിക്കേ. അതിനകത്തൊരു വലിയ മരിയോളജി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തലയ്ക്കകത്ത് ഇംപ്രിന്റഡ്. എന്നാന്നറിയാവോ? തളർന്നു നിൽക്കുന്ന മറിയം അനാഥയെപ്പോലെ നിൽക്കുന്നതുകൊണ്ട് ഈശോ യോഹന്നാനോടായിരിക്കും പോരാഞ്ഞിട്ട് ഞാൻ 2 വട്ടം തെറ്റിച്ച് പറയുകയും ചെയ്തു. പക്ഷേ തളർന്നു നിൽക്കുന്ന മറിയത്തോട് യോഹന്നാനെ ഏറ്റെടുക്കാനാ പറഞ്ഞത്. മരിയോളജി ആരംഭിക്കുന്നത്, മരിയൻ ബന്ധം ആരംഭിക്കുന്നത് നമ്മൾ കുറച്ച് ഭക്തി കാണിച്ച് മറിയത്തെ ഏറ്റെടുക്കുന്നതിലല്ല, മിശിഹായുടെ നിയോഗത്താൽ മറിയം നമ്മളെ ഏറ്റെടുക്കുന്നതിലാണ്. അതുകൊണ്ട് കേവലം ഭക്തിയല്ല, ദിവ്യ സ്നേഹമാണെൻ്റെ ഉള്ളിൽ, അമ്മേ നീ എന്നെ സ്നേഹിച്ചിടുമ്പോൾ ജ്ഞാനം പൂർണ്ണമാകും. മറിയം നമ്മളെ ഏറ്റെടുത്ത് കഴിയുമ്പം നമ്മുടെ വിസ്ഡം പൂർണ്ണമാകും. നമ്മൾ മറിയത്തെ ഏറ്റെടുക്കുകയല്ല, മറിയം നമ്മളെ ഏറ്റെടുക്കാൻ നിങ്ങൾ ഈ അപൂർവ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു പ്ലീസ് ചെയ്ത് വർത്താനം പറയും ഞാൻ മിടുക്കനാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറയുന്ന പ്ലീസ് ചെയ്തിട്ടല്ല. ഞാൻ ഈ വാതുക്കെ കയറിയപ്പോൾ തൊട്ട് ഞാൻ ഈ ഹാളിൽ എത്ര പേരുണ്ടെന്നോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല, ഒരിക്കലും അന്വേഷിക്കാറുമില്ല. ഇവിടെ ഇരിക്കുന്നത് 150 പേരോളൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നു, 150 പേരിൽ ഒരു 1500 2000 പേരുടെ 10000 പേരുടെ ഒരു അനോയിൻറ്റിങ് ഇവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടും. ഈ പഠനം സ്വീകരിച്ചാൽ മതി. മറിയത്തെ നമ്മൾ ഏറ്റെടുക്കുകയല്ല, മറിയം നമ്മളെ ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഈ ധ്യാനം അങ്ങോട്ട് കത്തിപ്പടരണം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അത് പറയാൻ അർഹതയുണ്ടെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ഒരു ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് പറയും, ഷാജിയച്ചാ. ഞാൻ പറയാം, എന്നാ? ഞെട്ടി ഇങ്ങനെ എഴുന്നേറ്റു. എന്നാ അച്ഛാ ഈ കാണുന്നേ? ഞാൻ പറയാം, എൻ്റെ ബ്രദറെ പേടിപ്പിക്കാതെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ ഈ കാണുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാ ബ്രദറെ? എൻ്റെ അച്ഛ. ഞാൻ പറയാം, എൻ്റെ ബ്രദർ കാര്യം പറ. അപ്പോൾ ബ്രദർ പറയാ, ഷാജി അച്ഛാ, ഐ ഹാവ് സീൻ മരിയൻ അനോയിൻറ്റിങ്. ഒത്തിരി പേർക്ക്. ഇനി ഞാൻ പറയാൻ എനിക്ക് അർഹതയില്ല കേട്ടോ. ഞാൻ പറയുമ്പോൾ അത് പൊങ്കിതായിപ്പോവും. അത് പറയാനൊരു ആത്മബലവും ഇല്ല. ഷാജി അച്ഛനെ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ പുതപ്പിട്ട് പൊതിഞ്ഞിരിക്കുന്ന പോലെ മറിയം പിടിച്ചിരിക്കുന്നല്ലോ. ഇതാ ഈ മറിയം ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. നമ്മൾ കുറേ, തീർച്ചയായും ജപമാലകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ മറിയത്തെ ഏറ്റെടുക്കുകയല്ല, കുരിശിൻ ചുവട്ട് തൊട്ട് ഇന്ന് വരെ മറിയം നമ്മളെ ഏറ്റെടുക്കുകയാണ്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മേ നീ എന്നെ ഏറ്റെടുക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. ഇനി ഒരു കൊച്ചു കാര്യമുണ്ട്, സമയം ഇങ്ങനെ കടന്നു പോകും, എങ്കിലും ഒരു കുഞ്ഞു വർത്താനം കൂടെ. ഈശോയുടെ അമ്മയെ നമ്മൾ ഏറ്റവും കൂടുതൽ മാനിച്ചാൽ ദൈവപിതാവിനും ഈശോയ്ക്കും ഒക്കെ വലിയ സന്തോഷമാണ്.
വലിയ സന്തോഷമാണ്. പക്ഷെ ഒരാൾക്ക് അത് തീരെ ഇഷ്ടമില്ല. ആർക്കാ ഒരാൾക്കൂടി ഇഷ്ടമല്ല. ആർക്കാന്ന് പറയാവോ? അതിനകത്താ മരിയോളജി ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ നമ്മളത് പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുതിയ കുളിര് വരും. പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നമ്മൾ അമ്മയെ ഏറ്റവും കൂടുതൽ വാഴ്ത്തി പുകഴ്ത്തിയാലും യേശു കർത്താവിന് ഏറ്റവും സന്തോഷമാണ്. തൻ്റെ അമ്മയെ വാനോളം പുകഴ്ത്തിയാലും അത് ഇഷ്ടപ്പെടാത്ത ഒരു ദൈവിക ആളത്തമുണ്ട്. അതാ മറിയം. അതറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മരിയം ഭക്തി നമുക്ക് കുളിരാകാത്തത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, കാനായിലെ കൺഫ്യൂഷന്റെ ഇടയ്ക്ക് മറിയം ഈ കുട്ടനാട്ടിലൊക്കെ ഈ വരാല് വന്നിട്ട് പൊങ്ങി വെള്ളം എടുക്കുന്ന പോലെ ഒരൊറ്റ വചനം പറഞ്ഞ് പിന്നെ വീഞ്ഞു ഉണ്ടായപ്പോഴും മധുര വീഞ്ഞാന്ന് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴും അതിൻ്റെ വാലെ പിടിക്കാൻ മറിയം ഉടങ്ങാനുണ്ടോ? എവിടെ പോയി മറിയം? അതാ ഈ മറിയം മറഞ്ഞു നിൽക്കുന്നവളാന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മറിയം ആ അത്ഭുതത്തിന്റെ പിന്നിൽ മറഞ്ഞു. അത് ഇന്ന് ഞാൻ പറയാൻ വെച്ചിരിക്കുന്ന വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കുറിച്ച് പറയുന്നില്ല. മറിയം ആ വചനത്തിന്റെ പിന്നിൽ മറഞ്ഞു കളഞ്ഞു. മറിയം ആ വചനത്തിന്റെ പിന്നിൽ മറഞ്ഞു. അതിൽ വേറൊരു വിഷയം അവിടെ നിൽക്കട്ടെ. നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഞാൻ സ്തുതിക്കുന്ന കർത്താവ്, ഞാനങ്ങെ ആരാധിക്കുന്ന ദൈവമേ, ഞാനങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിയ ഭക്തി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പെടാപ്പാടുകളിൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒരു സാന്നിധ്യമായി മറിയം കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവമാണ്. മറിയത്തെ ഒരിക്കലും ഒരു പാരലൽ ദൈവത്വമാക്കി മാറ്റരുത്. അത് തെറ്റാണ്, നമ്മൾ ചെയ്യരുത്. ചിലർ നിഷ്കളങ്കതയിൽ പറയും, ഞാൻ ഈശോയേക്കാൾ കൂടുതൽ ഇഷ്ടം മാതാവിനോടോ കേട്ടോ, എനിക്ക് മാതാവിന് വലിയ കാര്യമാണ് കേട്ടോ. ഈശോയ്ക്ക് ഒരു പിണക്കവും ഇല്ല. പക്ഷെ അതൊരു ശരിയായ വഴിയല്ല. നമ്മുടെ ഉള്ളിൽ മറിയം ഒരു വലിയ ബന്ധമായിരിക്കണം, പക്ഷെ ഈശോയിലേക്ക് എത്തിക്കണം. ഒരുമിച്ച് പറയാമോ? ഹാലേലൂയ. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ന് മരിയൻ ആരാധന എന്താണെന്ന് പഠിക്കാം. നിങ്ങൾക്കൊരു പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തിയതാണ് ഈ പഠനം. എനിക്ക് ലഭിച്ച ഒരു ഉൾക്കാഴ്ച. വലിയ പുതുമയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു പക്ഷേ ഇത് ഗുണം ചെയ്യാൻ വഴിയുണ്ട്. മരിയൻ ആരാധന. മറിയം എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്? മറിയം പറഞ്ഞ ആദ്യത്തെ വാക്കെന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ ഒരുമിച്ച് പറ. എൻ്റെ ആത്മാവ് കർത്താവിനെ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അയ്യോടാ, അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു വെച്ചാൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അല്ലേ? ഞാൻ നിങ്ങളെ കളിയാക്കുകയോ താഴ്ത്തുകയല്ല. നമ്മൾ ഇത്രയും നാൾ കേട്ട് നമുക്കിതെല്ലാം പരിചയമായിപ്പോയി. ഒന്നുകൂടെ ആ വചനം എന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അയ്യോടാ, എൻ്റെ ഷാജി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അല്ലേ? ഞാൻ കളിയാക്കുകയല്ല. അതിൻ്റെ അർത്ഥം എന്നാ മോളെ? അതിൻ്റെ അർത്ഥം എന്നാന്നറിയോ? അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ പിരികേറ്റണം. ഈ അതിൻ്റെ അർത്ഥം മറിയം പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? മക്കളെ, നിങ്ങൾ നോക്കിയപ്പം അമ്മ ഈ തടിപ്പണി നടന്ന സ്ഥലത്തെ ചിന്തേരി കോരിക്കളയായിരുന്നു. മോളെ, നീ നോക്കിയപ്പം ഞാൻ അരുവിക്കരെ വെള്ളം കോരുകയായിരുന്നു. സഹോദരി, നീ നോക്കിയപ്പം എൻ്റെ ഉണ്ണിയെ കുളിപ്പിക്കുകയായിരുന്നു. അപ്പം നീ അപ്പുറം പോയിട്ട് എന്നാ പറഞ്ഞു? നമ്മുടെ മേരിയെ, നസറത്തിലെ മേരിയെ അവിടെ ഉണ്ണിയെ കുളിപ്പിക്കുക കേട്ടോ. ഉണ്ണിയെ കുളിപ്പിച്ചപ്പോഴും ചിന്തേരി വാരിയപ്പോഴും ഉണ്ണിയുടെ ഉടുപ്പ് അലക്കിയപ്പോഴും മൈ സോൾ വാസ് വർഷിപ്പിംഗ്. അതാ എൻ്റെ അർത്ഥം. നിങ്ങൾ കണ്ടത് ഞാൻ ഉണ്ണിയെ കുളിപ്പിക്കുന്നതാ. നിങ്ങൾ കണ്ടത് ഞാൻ ചിന്തയിൽ വാരിക്കളയുന്നതാ. നിങ്ങൾ കണ്ടത് ഞാൻ ഉണ്ണിക്കും അപ്പനും അത്തിയട ഉണ്ടാക്കുന്നതാ, മുന്തിരി അട ഉണ്ടാക്കുന്ന. പക്ഷെ എൻ്റെ ആത്മാവിൽ ഒറ്റ പ്രവൃത്തിയേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് മൈ സോൾ വാസ് വർഷിപ്പിംഗ്. ഇവിടെയാ നമ്മുടെ പരാജയം കിടക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ ആരാധന എന്താണെന്ന് അവർ പഠിക്കേണ്ടി വരും. ആരാധന എന്താണെന്ന്. എൻ്റെ ഒരു കാര്യം, ഈ ശുശ്രൂഷ എന്നോട് ഭയങ്കര ആദരവോടുകൂടി ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ അച്ഛനും നിരിസച്ചൻ സഹോദരനേക്കാൾ സ്നേഹത്തോടെ നോബിളച്ചൻ ഇച്ചിരി പരവേശം പോലെ വന്നായിരുന്നു. എന്നെ കൊണ്ടുപോയി ഭയങ്കര റിസപ്റ്റിവിറ്റി അവിടെ കണ്ടത്. ഭയങ്കര സ്നേഹം, ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു നോക്കിക്കേ, എന്നോട് ഒത്തിരി മധുരമായിട്ട് അച്ഛന്മാർ പെരുമാറി. എനിക്ക് എൻ്റെ സന്തോഷം കൂടുവോ ഇല്ലയോ? മിണ്ടത്തില്ല. കൂടുവോ ഇല്ലയോ? കൂടും. ഇനി ഇത് കഴിഞ്ഞിട്ട് അപ്പം ജിൻസച്ചനോട് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ്, പ്രസംഗം കേട്ടിട്ട് വിലയിരുത്തിയിട്ടാണോ അഭിപ്രായം പറയാൻ പോണത്? അപ്പം എന്നെക്കുറിച്ചൊക്കെ ഒരു വാക്ക് എനിക്കിഷ്ടം, ആഗ്രഹം പോലും ഇല്ല കേട്ടോ. അപ്പം അച്ഛൻ പറയാൻ പോകുന്നത് ഇതിന് ശേഷമാണ്. ആയിക്കോട്ടെ, അച്ഛൻ ചുമ്മാ സ്നേഹം കൊണ്ട് കുറച്ച് ഉയർത്തി പറഞ്ഞെന്നിരിക്കട്ടെ. ഇനി അല്ലെങ്കിൽ നിങ്ങൾ 3-4 പേര് പറഞ്ഞിരിക്കട്ടെ, ഷാജി അച്ഛ ഇന്ന് ഞങ്ങളോട് ആദ്യം പറഞ്ഞു തന്ന കാര്യം മറിയം നമ്മളെ ഏറ്റെടുക്കണം, അതൊരു പുതിയ അറിവായിരുന്നു, കൊള്ളാമല്ലോ, ഞങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ഒരു 10 പേര് പുറത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം കൂടുവോ ഇല്ലയോ? പെട്ടെന്ന് കൂടുവോ ഇല്ലയോ?
ഇനി എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുള്ളവർ, 2 3 കേട്ടിട്ടുള്ളവർ നിങ്ങൾ ഓടി വന്നിട്ട് പറയും, ഷാജിയച്ചാ ഞങ്ങൾക്ക് ജീവനാ കേട്ടോ ഷാജിയച്ചൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം ഇനിയും കൂടുപോയില്ലയോ? അതെന്നാ പറച്ചിലാന്നേ, കൂടുപോയില്ലയോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ സന്തോഷം കൂടുപോയില്ലയോ? പറയുന്നോ ഇങ്ങനെ ഇടയ്ക്ക് പറയാതെ കൂടുപോയില്ലയോ? ഇന്ന് പറഞ്ഞതിരിക്കല്ലേ, ഇനി എങ്ങും പോയി പറഞ്ഞേക്കല്ലേ, കൂടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റിക്കുന്നത് നിങ്ങളെ. മനുഷ്യനോട് പഞ്ചാര വർത്താനം പറയുമ്പോൾ അവൻ്റെ സന്തോഷം കൂടും. വളരെ പ്രധാനപ്പെട്ടൊരു പഠനമായിട്ട് ഇതിനെ എടുക്കണം. നമ്മളിനി ഈ ഭൂമിയിലെ 950 കോടി മനുഷ്യരും സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചാലും വി കാനോട്ട് ആഡ് എനിത്തിങ് ടു ദ എസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സത്തയിൽ, മഹിമയിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെന്താ എല്ലാവരും കൂടി ഒറ്റയായിട്ട് കൂടുമെന്ന് പറഞ്ഞത്? നമ്മുടെ തലയ്ക്കകത്ത് ആരാധനയെക്കുറിച്ചൊരു ഹ്യൂമൻ ഇമേജറി ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ തലയ്ക്കകത്തിരിക്കുകയാണ്. മനുഷ്യനെ ഇങ്ങനെ പാമ്പർ ചെയ്യുന്ന പോലെ ദൈവത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച് സന്തോഷിപ്പിച്ച മോളെ നിന്റെ പേരനാടി, നിനക്കിരിക്കട്ടെ ഒരു അനുഗ്രഹം, പേരനാ ഒരു അനുഗ്രഹം നിനക്ക്, നന്നായി സ്തുതിച്ചല്ലോ, നിനക്കിരിക്കട്ടെ ഒരു അനുഗ്രഹം. ഇങ്ങനെ കർത്താവ് തന്നെ പാമ്പർ ചെയ്തവർക്ക് എന്തോ നൽകുന്നുണ്ടെന്നും ദൈവത്തിനെന്തോ ഗുണമുണ്ടെന്നോ കരുതുന്നത്. നമുക്കൊരിക്കലും ദൈവത്തിന്റെ മഹിമയിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഉറപ്പിച്ചൊരു ഹല്ലേലൂയ പറ. പിന്നെന്തിനാ എല്ലാവരുടെ കൂടി വലിയ വായിലെ കർത്താവിന് സന്തോഷം കൂടുമെന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം, നമ്മുടെ തലയ്ക്കകത്ത് മനുഷ്യനെ പ്രീണിപ്പിക്കുന്നത് പോലെയാണ് ദൈവാരാധനയെന്ന് അറിയാതിരിക്കുക. നമുക്ക് അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെ ദൈവത്തിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്നാ ആരാധന സംഭവിക്കുന്നത്? വാട്ട്സ് ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? വാട്ട്സ് ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? നാം ദൈവത്തിന്, സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ, നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും, പറയാം എൻ്റെ കൂടെ ഒന്ന്, നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും, നാം ദൈവത്തിന് നേർന്ന ശക്തിയും, പറയോ, നാം ദൈവത്തിന് നേർന്ന ശക്തിയും, നാം ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞ പ്രാബല്യവും അധികാരവും ആർക്കെങ്കിലും പൂരിപ്പിക്കാമെങ്കിൽ പറഞ്ഞോ. അധികാരവും അവിടുന്ന് നമ്മിൽ, പേരെന്താ സുസി, അവിടുന്ന് നമ്മിൽ കൂട്ടിച്ചേർക്കും. ബെസ്റ്റ്, കരങ്ങളടിച്ചേ. അതാണ് ആരാധന. നാം ദൈവത്തിന് കരയേറ്റിയ സ്തുതിയും ആരാധനയും മഹത്വവും. അതുകൊണ്ട് ആരാധിക്കുന്നവന്റെ മുഖം തെളിയുന്നത് ദൈവം അത് കൂട്ടിച്ചേർക്കും. ഇവിടെയാ മറിയം പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മറിയം നിലനിന്നത് ആരാധിക്കാനാ. എൻ്റെ കൂടെ പറഞ്ഞേ, മേരി നിലനിന്നത് പറയാൻ മടിക്കണ്ടെന്ന് പറഞ്ഞ്, മേരി നിലനിന്നത് ആരാധിക്കാനാന്ന് പറഞ്ഞ്. നമ്മളോ? മേരി ജീവിച്ചത് ആരാധിക്കാനാ. നമ്മളോ? ജീവിക്കാൻ വേണ്ടി ആരാധിക്കും. വ്യത്യാസം പിടികിട്ടിയോ? നമ്മളെല്ലാം ആരാധിക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഒരു അമ്മയോട് സ്തുതിക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, സ്തുതി ദൈവമേ, ആരാധന കർത്താവേ, എൻ്റെ മോള് തമ്പുരാനെ, അവൾക്ക് അയർലൻഡിൽ പോയിട്ട് തമ്പുരാനെ 1 മാസത്തോടെ ഉള്ളു കർത്താവേ, അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അവൾ പോരേണ്ടി വരും കർത്താവേ, ഹല്ലേലൂയ, അവളെ സഹായി. പെട്ടെന്ന് സ്വിച്ച് ഓൺ ആയിപ്പോ നമ്മുടെ സ്തുതി പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് എത്തും. തെറ്റാണോ? തെറ്റൊന്നുമല്ല, പാപമൊന്നുമല്ല, ഇത് ആരാധനയല്ല. മറിയത്തോടൊപ്പം നിൽക്കുമ്പം നമ്മൾ ആരാധിക്കാൻ തുടങ്ങും. എൻ്റെ ആത്മാവ് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് പറയാമോ ഹല്ലേലൂയ? കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. മറിയം നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ ഒരു അടയാളം, നമ്മൾ യഥാർത്ഥ ആരാധകരായി മാറും. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ജപമാലയല്ല മരിയ ഭക്തിയുടെ ഉറപ്പുള്ള അടയാളം. സമരിയക്കാരിയോട് ഈശോ പറഞ്ഞില്ലേ, നീ ആ മലയിലും ഈ മലയിലും ആരാധിച്ചുകൊണ്ട് നിൽക്കുക, അതുക്കും മേലെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പഠിച്ചാൽ അതാണ് അവിടെ അടുത്ത് നിൽക്കുന്നത് മറിയമായിരിക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങുമ്പം കയ്യെത്തും ദൂരത്തും വന്നു നിൽക്കുന്ന അത്ഭുത വ്യക്തിത്വത്തിന്റെ പേരാ മറിയം. എന്ന് വെച്ചാൽ അതിഭയങ്കരമായ മരിയ സാന്നിധ്യം നമുക്ക് വരും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? എൻ്റെ ആത്മാവ്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ മൈനർ സെമിനാരി കഴിഞ്ഞപ്പോൾ കോടിക്കൽ അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് ശമാശന്മാരെ, കൊച്ചു പ്രദേശനെ പഠിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ അലക്കുമ്പോൾ സ്തുതിക്കണം, കുളിക്കുമ്പോൾ അലക്കാൻ ഇറങ്ങുമ്പോൾ സ്തുതിക്കണം, നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ സ്തുതിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആ അച്ഛനെ കളിയാക്കി കൊന്നിട്ടുണ്ട്. എന്നാൽ 6-7 വർഷം മുമ്പ് ഈര എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ചെന്നപ്പം 70 വീട്ടുകാരുള്ള ഈ ഗ്രാമത്തിൽ നമ്മുടെ കഴിവും പ്രാഭവവും കൊണ്ടും ഒരു ചുക്കും നടക്കാതെ വന്നപ്പം പരിശുദ്ധമ്മ എന്നെ ഓർമ്മിപ്പിച്ചു തന്നു, മോനെ, ആത്മാവിൽ ആരാധിക്കേ, നീ കല്ല് ചുമക്കുമ്പോഴും പുല്ല് പറിക്കുമ്പോഴും ആരാധിക്കേ. ആ കൊച്ചു പള്ളിമുറ്റത്ത് ജനത്തോടൊപ്പം നിരന്തരം ആരാധിച്ചു. അതിൻ്റെ മുദ്ര അവിടെ കിടപ്പുണ്ട്.
ആത്മാവിൽ ആരാധിക്കാൻ ആരൊരുങ്ങുന്നോ അക്കൂട്ടത്തിൽ മറിയമുണ്ട്. ഒരുമിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് ഒരാൾക്കിത് മനസ്സിൽ പതിഞ്ഞാൽ നല്ല ആനന്ദം വരും. ഞാൻ കുണ്ടറ പ്രദേശത്ത് ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരാൾ വാതുക്കെ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞു കക്ഷത്തിൽ എന്തോ വെച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു കയറിപ്പോരും. അപ്പം കയ്യിൽ എന്തുമായിട്ട് ഷാജിയച്ച ഇത് അച്ഛനുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നതാ? ഒരു ഷർട്ടാ. ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ 10ാം ക്ലാസ് തൊട്ട് എനിക്ക് കൊതിയുള്ളൊരു കളറുണ്ട്. ഇപ്പം അതൊന്നും ഇഷ്ടമില്ല. പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിൽ ഒരു ചാണകപ്പച്ച കളർ ഷർട്ടും പിന്നെ ഒരു കനകാംബരത്തിൻ്റെ നിറവുള്ള ഷർട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഡിവൈനി പറഞ്ഞു എനിക്ക് കനകാംബരത്തിൻ്റെ ഷർട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഈ മനുഷ്യൻ കനകാംബരത്തിൻ്റെ കളറുള്ള ഒരു ഷർട്ടുമായിട്ട് വന്നിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. പണ്ടങ്ങാണ്ട് ഡിവൈനി പറഞ്ഞതാ. ഈ മനുഷ്യൻ കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിരിക്കുക. ഞാൻ സ്പീഡിൽ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണേ. ഞാൻ ഈ ഷർട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ നോക്കിയത് ഈ മനുഷ്യൻ്റെ ഷർട്ടെല്ലാം പിഞ്ചി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു പേരെന്നാ ചേട്ടൻ്റെ? സ്റ്റാൻലി. വീട് വാടകയച്ചോ? ഭാര്യ രോഗിയാച്ചോ? മക്കള് 3 പേര് പഠിക്കുന്നു. ചേട്ടൻ്റെ ജോലി? ഞാൻ മീൻപിടുത്തം വച്ചോ? ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഷർട്ട് പിഞ്ചിയിരിക്കുന്നല്ലോ. ഷാജി അച്ഛാ അതൊന്നും അച്ഛൻ നോക്കണ്ട അച്ഛോ. അച്ഛാ ഞാൻ മീൻപിടുത്തൊക്കെ അച്ഛാ എനിക്കതൊന്നും വേണ്ട. അച്ഛാ പള്ളി പോകാൻ ഷർട്ടുണ്ടോ? അച്ഛാ അതൊക്കെ എനിക്കുണ്ടച്ഛാ. പുതിയതാണോ? എൻ്റെ അച്ഛോ എനിക്ക് എന്തിനാച്ചാ പുതിയ? ഞാൻ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ മനുഷ്യത്വമുള്ള ഒരാളാണെങ്കിൽ, ഞാൻ എന്തെടുക്കും? ഞാൻ ഈ ഷർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് പോവോ? പിഞ്ചി പറഞ്ഞ ഈ മനുഷ്യൻ്റെ ഷർട്ട് കണ്ടിട്ട് ഞാൻ എന്തിനാ ഈ ലോകം ഇടുന്നത്? ഞാൻ എന്തിനാ ഈ ഷർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്? എനിക്കെന്തിനാ ഷർട്ട്? ഞാൻ ഈ ഷർട്ടിട്ട് ഫോട്ടോ എടുക്കും. ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ എടുക്കും. ഒരിക്കലും മറക്കത്തില്ല. ആ നമ്പർ മേടിക്കും. അത് കഴിഞ്ഞ് ആഹാരം കൂടിലെത്തി കഴിപ്പിച്ചിട്ട് ഞാൻ ഈ ഷർട്ട് പൊതിഞ്ഞിട്ട് വേറൊരു കൂടിലിട്ട് ഈ ചേട്ടൻ്റെ കൊടുക്കും. അപ്പം സ്റ്റാൻലി ചോദിക്കും ഇതെന്നാച്ചാ? ഞാൻ തുറന്ന് നോക്ക്. എന്നാച്ചാ? തുറന്ന് നോക്ക് സ്റ്റാൻലി. തുറന്നിട്ട് പുള്ളിക്കാരൻ ഷാജി അച്ഛാ ഞാൻ തന്ന ഷർട്ടാണല്ലോ. അച്ഛാ ഇഷ്ടപ്പെട്ടില്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു സ്റ്റാൻലി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അച്ഛാ എന്നെ വിഷമിപ്പിക്കല്ല അച്ഛാ എനിക്കില്ലെന്നോർത്ത് അച്ഛാ. ഞാൻ അച്ഛൻ ഇടാൻ വേണ്ടി അച്ഛാ ഞാൻ ഇന്നത്തെ ജോലിയെല്ലാം കളഞ്ഞ് മീൻവെള്ളം എല്ലാം ഉച്ചയ്ക്ക് അടുപ്പിച്ച് ഞാൻ കൊട്ടാരക്ക് അച്ഛാ പ്ലീസ് അച്ഛാ. ഞാൻ പറയും സ്റ്റാൻലി നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം എത്ര റിജുവാ, എത്ര ഏണസ്റ്റാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്നേഹത്തിന് വിലയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷർട്ടും കൊണ്ടുപോകും. ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എൻ്റെ ചോദ്യം, ഈ മനുഷ്യൻ കൊട്ടാരക്കരയിൽ പോയി ഷർട്ട് വാങ്ങിയപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സേ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കപടതയുണ്ടോ? ഇയാള് അത് വാങ്ങുമ്പം എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? ഒരു ഷർട്ട് വാങ്ങിക്കൊണ്ട് അങ്ങ് പോയേക്കാം. ഷാജി അച്ഛനെ കാണുമ്പോൾ ഷാജി അച്ഛനെ കുറച്ച് ഒലിപ്പിച്ച് വർത്താനം പറഞ്ഞിട്ട് ഷാജി അച്ഛൻ്റെ കൊടുത്തേക്കാം. അങ്ങേരിട്ട് മനുഷ്യത്വമുള്ളവനാണെങ്കിൽ അങ്ങേര് എൻ്റെ പിഞ്ചിയ ഷർട്ട് കാണും. കണ്ണിച്ചോരയുള്ള മനുഷ്യനാണ് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് പോകത്തില്ല എന്നൊക്കെ കരുതി പറ്റുമെങ്കിൽ എനിക്ക് ഈ ഷർട്ട് എനിക്ക് തന്നെ തിരിച്ചു കിട്ടും, കൊടുത്തെന്നുമായി എന്നൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ മനുഷ്യൻ ഷർട്ട് വാങ്ങിയത്? ഉറക്കെ പറ. ആണോ? എന്താ അപ്പന്മാര് പറയത്താണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരിക്കലുമല്ല. ഈ മനുഷ്യന്റെ ഒറ്റ ആഗ്രഹം ഈ ഷർട്ട് ആരിടണമെന്നാ? ഞാനിടണമെന്നാ. എന്നാൽ ഞാനത് തിരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സ്തുതിയുടെയും മഹത്വത്തിൻ്റെയും ഉടയാട. മറിയത്തോടൊപ്പം സ്വർഗത്തിന് സമർപ്പിക്കുമ്പം തമ്പുരാൻ ആ സ്തുതിയുടെ ഉടയാട ആവശ്യമില്ല, ആ മഹത്വത്തിൻ്റെ ഉടയാട ആവശ്യമില്ല. അവിടെ നിന്ന് നമ്മിലേക്ക് അത് കൂട്ടിച്ചേർക്കും. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരം ഉയർത്തി പറയാമോ ഹല്ലേലൂയ? 2 കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയ? അങ്ങനെ ആരാധിക്കാൻ പഠിക്കണം. അങ്ങനെ ആരാധിക്കാൻ.